എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഏത് മതക്കാർ വിവാഹം കഴിക്കുന്നു എന്നല്ല, അവരുടെ കുടുംബജീവിതം നയിക്കുന്നത് ആര് എന്നതിലാണ് കുടുംബത്തിന്റെ സമാധാനം കിടക്കുന്നത്. ആരാണ് ഈ കുടുംബത്തെ നയിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായി കണ്ടു, അല്ലെ ഭാര്യ ഭർത്താവിനെ കണ്ടു, അല്ലെ എന്നിട്ട് അപ്പൻ മക്കളെ കണ്ടു, മക്കൾ അപ്പനെ കണ്ടു, ചേട്ടൻ അനിയനെ കണ്ടു, ആ കുടുംബം സ്വർഗ്ഗതുല്യമായിരിക്കും. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അപ്പൊ ഭാര്യ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പറയാൻ മടിച്ചിട്ട് പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്വഭാവം ക്രിസ്തു നയിക്കുന്ന. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. കുടുംബത്തിലുണ്ടാവും. അല്ലെങ്കിലും കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണമെങ്കിൽ കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കും. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ്. എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പീസ് കിട്ടണോ? പീസ് കിട്ടണമെങ്കിൽ എവിടെയാ ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നാ ചിന്തിക്കേണ്ട. ഉത്തരവാദിത്വം കുറവുള്ള, വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. വൈകി വരുന്ന ഭർത്താവിന് ചേച്ചിക്ക് താങ്ങാൻ പറ്റുള്ളൂ. കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടി. ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ്, ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതി. ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. 70,000 രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 മാസം തടവ് ശിക്ഷയോ 5,000 രൂപയോ പിഴയായി ശിക്ഷയായി. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. പെർഫെക്റ്റ് ആക്കി നോക്കണ്ട. നോക്കി നന്നാവാനൊന്നും പോണില്ല. മുട്ടുതേയും, മുടി നരച്ചു പോകും, കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോകും, അത്രയുണ്ടാവും. അവസാനം നോക്കിയപ്പോ സമയത്തിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. നീ വിഷമിക്കാതിരിച്ചു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാ ഇതങ്ങ് ശീലായിക്കോളൂ.